കൂടുതൽ ഓപ്പണിംഗ് ഒക്കെ വരുന്നത് നമുക്ക് കൂടുതൽ ചെലവുകളൊക്കെ വരാനും നമ്മുടെ സേവിങ്സ് നമ്മുടെ കയ്യിൽ നിൽക്കാതിരിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്പീരിയൻസ് ഇത് അവിടെ ഓപ്പണിംഗ് വരുന്നത് ഒഴിവാക്കണം. അത് സേവിങ്സ് കോർണറാണ്. അവിടെ ക്ലോസ്ഡ് ആയിട്ട് ഇടേണ്ട ഒരു സ്പേസ് ആണ്. ആ പൂട്ടിക്കിടന്ന വീട്ടിലെ ഒരു പ്രശ്നം കൊണ്ടാണ് ഇവർ ഇത്രയും കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തത്. എനിക്കും അത് വലിയൊരു ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. കണക്കിൽ എന്തെങ്കിലും ഉത്തമ കണക്കിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിനെ ഇത് വലിയ രീതിയിലൊന്നും എഫക്റ്റ് ചെയ്യില്ല. എപ്പോഴും നമ്മൾ ഇതിൻ്റെ സയൻസ് മനസ്സിലാക്കി മാറുന്ന കാലഘട്ടത്തിലും നമ്മുടെ സാഹചര്യവും ആവശ്യവും എന്താണെന്നൊക്കെ മനസ്സിലാക്കി ലോജിക്കലി വേണം ഇത് അപ്ലൈ ചെയ്യാൻ. അപ്പോഴാണ് ഇതുകൊണ്ടുള്ള ഗുണവും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത് വാസ്തു നമ്മൾ ഒരു സ്ഥലത്ത് അപ്ലൈ ചെയ്യുമ്പോൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻ ലെവലിൽ നമുക്ക് 3 എണ്ണമായിട്ട് കാണാം. ഒന്ന്, ഇന്ന ഭാഗത്ത് ആണ് കിണറെങ്കിൽ ഏറ്റവും പോസിറ്റീവായിട്ടുള്ളൊരു സ്പേസ് കാണും, അതൊന്ന്. 2, ഓക്കെ സ്പേസ് അല്ലേ, ഇവിടെ വെച്ച് കഴിഞ്ഞാൽ വലിയ തെറ്റില്ല എന്നുള്ള സ്പേസ് ആണ്. 3ാമത് എന്ത് കാരണവശാലും ഈ ഭാഗത്തുനിന്ന് ഒഴിവാക്കണം എന്നുള്ള സ്പേസ് ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ അപ്പുറത്ത് സെപ്റ്റി ടാങ്ക് ആണെങ്കിൽ ഒരു കാരണവശാലും നോർത്ത് ഈസ്റ്റിൽ കിണർ പണിയാൻ പറ്റില്ല. അപ്പം നെക്സ്റ്റ് ഓപ്ഷനെ പറ്റി നമ്മൾ ചിന്തിക്കണം. അവിടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നല്ല ശുദ്ധജലം കുടിക്കുക എന്നുള്ളതാണ്. അവിടെ വാസ്തുവിന് വേണ്ടി നമ്മൾ കോംപ്രമൈസ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ അപ്പോൾ തീർത്തും ഒഴിവാക്കേണ്ട സ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. നമുക്ക് സൗത്ത് ഈസ്റ്റ് അല്ലെങ്കിൽ സൗത്ത് വെസ്റ്റ് കോർണറിൽ അത്ര പ്രിഫർ ചെയ്യുന്ന ഒരു ഭാഗമല്ല. അപ്പോൾ അതാണ് നമുക്ക് ഈ എല്ലാ സ്പേസിലും ഒരു 100% പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ കൊടുക്കാൻ പറ്റണം എന്നില്ല. പക്ഷേ ഉള്ള സ്പേസിൽ നിന്നും ബെറ്റർ ആക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതാണ് വാസ്തുവിൻ്റെ ഒരു പർപ്പസ്. അപ്പോൾ നമ്മൾ എല്ലാവരും ഈ പെർഫെക്ഷനിലേക്ക് കടക്കുമ്പോഴാണ് ഇപ്പോൾ ആരെങ്കിലും പറഞ്ഞ് കേട്ട് കാണും നോർത്ത് ഈസ്റ്റിലേക്ക് കിണർ പാടുള്ളൂ എന്ന്. അപ്പോൾ ആ ഒരു പീസ് ഓഫ് നോളജ്, ആ ഒരു ഇൻകംപ്ലീറ്റ് പീസ് ഓഫ് നോളജ് ഉള്ളതുകൊണ്ട് പിന്നെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മുടെ മനസ്സിലാവും ഇതുകൊണ്ടായിരിക്കും അതൊന്ന്. അങ്ങനെയാണ് ഇതൊരു ഭയമായി മാറുന്നത്. ഇത് പ്രധാനമായിട്ടും ഞാൻ ചോദിക്കുന്നത് പല ആളുകളുടെയും മനസ്സിലിപ്പോൾ അപർണയെ ഒരാളൊരു കൺസൾട്ടേഷന് വേണ്ടി വിളിക്കുന്നു. അപ്പം അപർണ നേരെ അവിടെ ചെന്നിട്ട് പറയാൻ പോകുന്നത് അയ്യോ കന്നിമൂല അടുക്കളയാണ്, സ്ഥാനം തെറ്റാണ്, കിണർ അവിടെ പാടില്ല, അവിടെ നിന്ന് മാറണം എന്ന് പറഞ്ഞിട്ട് അപർണ അങ്ങ് പോവാണ്. അവരിത് കറക്റ്റ് ചെയ്യാൻ തയ്യാറൊന്നുമല്ല. ചുമ്മാ ഒരു പരീക്ഷണ അടിസ്ഥാനത്തിൽ അവരെ വിളിച്ചിട്ട് കൺസൾട്ടേഷൻ എടുത്തതാണ്. പക്ഷെ പിന്നീട് ആ വീട്ടിൽ നടക്കുന്ന എന്തൊരു സംഭവവികാസങ്ങളുണ്ടെങ്കിലും പെട്ടെന്ന് അവരുടെ മനസ്സിലേക്ക് അപർണ പറഞ്ഞ കാര്യം, അയ്യോ അതിൻ്റെ കന്നിമൂല ഇവിടെ ഇരുന്നുകൊണ്ട് തോന്നിയതാണോ, എൻ്റെ കിണറിൻ്റെ സ്ഥാനം തെറ്റായതുകൊണ്ടാണോ അങ്ങനെ സംഭവിച്ചത് എന്ന് തോന്നും. പിന്നീട് അവർ മാനസികമായിട്ട് ഇത് മാറ്റാൻ നിർബന്ധിതരാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകും. അങ്ങനെയുള്ള ഒരു ജനവിഭാഗം ഇല്ലേ? അതിനെന്താണെന്ന് വെച്ചാൽ നമ്മളിത് എങ്ങനെ ഇവർക്ക് ഫീഡ് ചെയ്ത് കൊടുക്കുന്നു എന്നാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ എന്നെ കൺസൾട്ടിങ്ങിന് വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് വാസ്തു സയൻറ്റിഫിക്കലി നമ്മളെ അഫക്റ്റ് ചെയ്യാമെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് അവരെ മനസ്സിലാക്കിക്കുകയാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റേജ് ആണ് നമ്മുടെ പ്രസൻറ്റ് സ്പേസിൻ്റെ അനാലിസിസ്. എന്ന് വെച്ചാൽ എന്തൊക്കെയാണ് നമ്മുടെ ഇപ്പോഴത്തെ സ്പേസിൻ്റെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, എന്തൊക്കെയാണ് അതിൻ്റെ പ്രശ്നങ്ങൾ. നമ്മൾ ഈ പ്രശ്നങ്ങൾ മാത്രം കണ്ടുപിടിക്കാതെ ഉപയോഗിച്ചാൽ പോരല്ലോ. നമ്മുടെ സ്പേസിലുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ പറ്റി അവെയർ ആകുമ്പോഴാണ് അതിനെ കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഈ ജനൽ ഇവിടെ വരുന്നത് നല്ലതാണെന്ന് പറയുമ്പോൾ നാളെ ചിലപ്പോൾ ഫുൾ ടൈം അടഞ്ഞു കിടക്കുന്ന ജനലായിരിക്കും, നാളെ മുതൽ അവർ തുറന്നു ഉപയോഗിക്കാൻ തുടങ്ങും. അപ്പോൾ ഇതാണ് സെക്കൻഡ് സ്റ്റേജ്. തേർഡ് സ്റ്റേജിലേക്കാണ് ഈ സൊല്യൂഷനിലേക്ക് കിടക്കുന്നത്. അപ്പോൾ ഒരു വിൻഡോ പെർമനൻ്റ് ആയിട്ട് ഇവിടെ ക്ലോസ് ചെയ്തിടണം, ഇവിടെ പാടില്ല എന്ന് പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അതുകൊണ്ട് നമ്മൾ പ്രിവെൻറ്റ് ചെയ്യുന്നത്, എന്തൊക്കെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കും. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് ചെയ്യുമ്പോൾ അവരുടെ ഉള്ളിൽ ക്ലിയർ ആണ്. ഇപ്പോൾ ഞാനിവിടെ സ്പേസ് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ഇവിടെ ഇന്ന പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവർക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ട് ഇന്നതുപോലെ ചെയ്താൽ മതി എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആ ക്ലാരിറ്റി വരുമ്പോഴാണ് ഇത് ചെയ്യാൻ, ഈ പൈസ ഇറക്കാനും നമുക്കൊരു കോൺഫിഡൻസ് വരുന്നത്. അപ്പോൾ ഈ രീതിയിൽ ഫീഡ് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നത്തിൻ്റെ ആവശ്യം വരുന്നില്ല. ഈ വീടുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വരാന്തകൾ, ബാൽക്കണികൾ, കാർ പോർച്ചുകളൊക്കെ വാസ്തുവിൽ കണക്ക് കൂട്ടുമ്പോൾ അതിൻ്റെ ഒരു മൂലഗ്രഹത്തിൻ്റെ കണക്കിലെടുക്കാറുണ്ടോ? എടുക്കാറുണ്ട്. അത് അതിൻ്റെ ബാധകമാണ്. അതെ അതിന്റെ ഭാഗം തന്നെയാണ്. കന്നിമൂലയിൽ തുറന്നിട്ടെന്ന് പറയും കെട്ടിടം. അപ്പോൾ അവിടെ ഒരു വരാന്ത, ഒരു നീളം വരാന്തയായിരിക്കും, ഒരറ്റം മുതൽ ഒരറ്റം വരെയുള്ള വരാന്തയായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു അറ്റം ചെന്ന് മുട്ടുന്നത് കന്നിമൂലയിലായിരിക്കും. അപ്പോൾ അതിന് വേറെ എന്താ സൊല്യൂഷൻ ചെയ്യാൻ പറ്റുക? അത് ഓരോ സ്പേസിലും നമ്മൾ സൊല്യൂഷൻ പറയുന്നത് വ്യത്യസ്തമായിരിക്കും. ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിന്റെ ഭാഗമാക്കി എടുക്കുക ആ വരാന്ത എന്നുള്ളത്. അത് വീടിന്റെ എലിവേഷൻ മൊത്തം പോവില്ലേ? അപ്പോൾ നമ്മളുടെ ലൈഫിൽ കുറേ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നതാണോ എലിവേഷൻ ആണോ ഇമ്പോർട്ടൻറ്റ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എൻ്റെ വീടിൻ്റെ കന്നിമൂലയ്ക്കും മുകളിലത്തെ നിലയിലെ കന്നിമൂലയിൽ ബാൽക്കണിയും താഴത്തെ നിലയിലെ കന്നിമൂലയിൽ വരാന്തയുമാണ്.
അതുകൊണ്ടാണ് ഞാൻ ആ ചോദ്യം ചോദിച്ചത്. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഞാനിപ്പോ ഫ്രീ ആയിട്ട് താങ്കളുടെ കൺസൾട്ടേഷൻ എടുത്തോണ്ടിരിക്കുകയാണ്. അതാ ഞാൻ പറയാൻ വന്നത്. അപ്പൊ ഇനി കൺസൾട്ടേഷന് വിളിക്കണം, അപ്പോഴാണ് നമുക്ക് അതിനുള്ള കറക്റ്റ് സൊല്യൂഷൻ കിട്ടുക. നിഷാന്ത് സാർ എനിക്ക് പറഞ്ഞു തന്നായിരുന്നു എന്താന്ന്. അങ്ങനെ പറഞ്ഞൊന്നും തരത്തില്ല നിഷാന്ത് സാർ. നിഷാന്ത് സാറിന്റെ ശിഷ്യായതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയുന്നത്. അതെ ഞാൻ ചോദിക്കാം, പൊതുവെ അറിയാൻ വേണ്ടി ചോദിക്കുകയാണ്. അപ്പം അത് ബാൽക്കണി വന്നാൽ അത് ദോഷമാണ്. അതെ, അതായത് അവിടെ ഓപ്പണിംഗ് വരുന്നത് ഒഴിവാക്കണം. അത് സേവിങ്സ് കോർണർ ആണ്. അവിടെ ക്ലോസ്ഡ് ആയിട്ട് ഇടേണ്ട ഒരു സ്പേസ് ആണ്. നമ്മുടെ സെൽഫിന്റെ പൊസിഷനാണ് അവിടെ. അപ്പോൾ ആ സ്പേസിൽ കൂടുതൽ ഓപ്പണിംഗ് ഒക്കെ വരുന്നത് നമുക്ക് കൂടുതൽ ചെലവുകളൊക്കെ വരാനും നമ്മുടെ സേവിങ്സ് നമ്മുടെ കയ്യിൽ നിൽക്കാതിരിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യും. അപ്പോൾ കൂടുതലും നമ്മൾ ഒരു കോംപ്രമൈസ് അലൗ ചെയ്യാൻ പാടില്ലാത്ത സ്പേസസ് ഒക്കെയാണ് ഈ സൗത്ത്. ഞാൻ ചോദിക്കട്ടെ, എനിക്കിപ്പോൾ എൻ്റെ കുടുംബ വീട്, അതായത് എൻ്റെ അച്ഛനും അമ്മയും താമസിക്കുന്ന എൻ്റെ വീട്, നാട്ടിലെ വീട്, ഞാനിപ്പോൾ എറണാകുളത്തായതുകൊണ്ട് താമസിക്കുന്ന എൻ്റെ ഭാര്യ വീട്ടിലാണ്. ഞാൻ ഭാര്യ, അച്ഛനെ അമ്മ, അവിടെ അച്ഛനെ അമ്മ, നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ സൗകര്യം. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ രണ്ട് വീട്ടിൽ ഏത് വീടാണ് എൻ്റെ വീട്, ഏതാണ് എന്നെ ബാധിക്കുന്ന വാസ്തുശാസ്ത്രപരമായ പ്രശ്നങ്ങൾ ഉണ്ടാവുക? ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ചോദിക്കാം. കൺസൾട്ടേഷൻ അല്ല കേട്ടോ, ഫീസ് ചോദിക്കരുത്. നമ്മൾ ഏത് വീട്ടിലാണോ സ്ഥിരമായിട്ട് താമസിക്കുന്നത്, അതിപ്പോ ഒന്നും പറയാൻ പറ്റില്ലാന്നേ. കഴിഞ്ഞ 5 വർഷമായിട്ട് ഞാൻ കൊച്ചിയിലുണ്ട്. അപ്പൊ ഞാൻ വൈഫിന്റെ വീട്ടിലാണ് നിൽക്കുന്നത്. എന്റെ അഡ്രസ്സും ഞാൻ നാട്ടിലേക്ക് പോകുമ്പോൾ നിൽക്കുന്നത് എന്റെ നാട്ടിലെ വീട്ടിലാണ്. ഓക്കെ, ഏത് വീട്ടിലാണ് നമ്മൾ സ്ഥിരമായിട്ട് താമസിക്കുന്നത് ആ സ്പേസ് നമ്മളെ ബാധിക്കും. നമ്മുടെ പേരിലുള്ള ഒരു സ്ഥലം, പേരിൽ ഇതൊന്നുമില്ല കേട്ടോ, നമ്മുടെ അച്ഛന്റെ അമ്മയുടെ പേരിൽ അത് നമുക്ക് വരാനുള്ള ഇതാണെങ്കിൽ അത്, അതായത് ആ സ്ഥലം വിറ്റ് കഴിഞ്ഞാൽ ഇത് ആരുടെ കയ്യിലോട്ടായി പൈസ വരുന്നത്, ആ സ്പേസിലെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും ബാധിക്കും. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു അനുഭവം ഷെയർ ചെയ്തു. അതായത് ഞാനൊരു വീട്ടിൽ കൺസൾട്ട് ചെയ്യാൻ പോയി. അപ്പോൾ യൂഷ്വലി നമ്മൾ ഡയറക്റ്റ് കൺസൾട്ടേഷനിലേക്ക് കിടക്കും. അപ്പോൾ അവിടെ അങ്കിള് വന്നിട്ടുണ്ടായിരുന്നില്ല വീട്ടിൽ. അങ്കിൾ വരാൻ ഞങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നപ്പോൾ ആൻറ്റിയോട് കുറച്ച് സംസാരിച്ചു. അപ്പോൾ ആൻറ്റി പറയണം, ആൻറ്റി ഒരു ക്യാൻസർ സർവൈവറാണ്. അവർ മോനുണ്ട്, മോൻ എപ്പോഴും ആക്സിഡൻറ്റ് സംഭവിക്കും. ഈ വലത്തെ കാലിലാണ് ആക്സിഡൻറ്റ് സംഭവിക്കാറുള്ളത്. അവരുടെ അച്ഛനും അമ്മയുണ്ട്, എപ്പോഴും വീഴ്ച, എപ്പോഴും ഹോസ്പിറ്റൽ കേസ്, അത്രയും പ്രശ്നങ്ങളാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്കിൾ വന്നതിന് ശേഷം ഞങ്ങൾ വീട് കംപ്ലീറ്റ്ലി നോക്കാൻ പോയത്. വീട് നോക്കിക്കഴിഞ്ഞപ്പോൾ എക്സ്ട്രീംലി പോസിറ്റീവായിട്ടുള്ളൊരു സ്പേസ്. എനിക്കൊന്നും ഞാൻ ഇത്രയും നാൾ വീട് നോക്കിയതിൽ ഈ പ്രശ്നം പറയുമ്പോൾ എനിക്കൊരു കൺസേൺ ഉണ്ടാവാറില്ല, കാരണം നമുക്ക് സൊല്യൂഷൻ കൊടുക്കാമല്ലോ. ഇതിൽ ഇവർ ഇത്രയും പ്രശ്നങ്ങൾ പറഞ്ഞിട്ട് ഇതൊന്നിനുള്ളൊരു കാരണം എനിക്ക് അവിടെ നിന്ന് കണ്ടെത്താൻ സാധിക്കുന്നില്ല. അങ്ങനെ ഞാൻ വീടിന് ചുറ്റും കുറേ കറങ്ങി തിരിച്ചു വന്നു. ഞാൻ അവരോട് പറഞ്ഞു, ഈ വീട് എക്സ്ട്രീംലി പോസിറ്റീവാണ്, നിങ്ങൾ പറഞ്ഞ ഈ അനുഭവങ്ങൾ ഈ വീടുമായിട്ട് യാതൊരു മാച്ചിങ്ങും അല്ല എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ എന്നിട്ട് മേലെയൊക്കെ പോയി നോക്കി. അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ സംസാരിച്ച് വന്നപ്പോൾ ചോദിച്ചു, വേറെ ഏതെങ്കിലും വീടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഇങ്ങനെ ഒരു സ്ഥലത്ത് വീടുണ്ട്, അത് പൂട്ടിക്കിടക്കുകയാണെന്ന് ചോദിച്ചു. അപ്പോൾ ആ വീട്ടിൽ ഇന്ന കാര്യങ്ങളുണ്ടോ 3-4 കാര്യങ്ങൾ ചോദിച്ചു. അപ്പോൾ അവർ അത് റീകളക്ട് ചെയ്തു, പിന്നെ പ്ലാനൊക്കെ കാണിച്ചു തന്നു. ആ പ്ലാനിൽ ആ പൂട്ടിക്കിടന്ന വീട്ടിലെ ഒരു പ്രശ്നം കൊണ്ടാണ് ഇവർ ഇത്രയും കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തത്. എനിക്കും അത് വലിയൊരു ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. എൻ്റെ ഇത്രയും കൺസൾട്ടിങ്ങിലെ ഏറ്റവും മികച്ച ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് അതിൽ തന്നെയായിരുന്നു. കാരണം നമ്മളെപ്പോഴും വിചാരിക്കുന്നത് നമ്മുടെ സറൗണ്ടിങ് സ്പേസ് ആയിരിക്കും ഫസ്റ്റ് നമ്മളെ ഏറ്റവും നന്നായിട്ട് ബാധിക്കുക, അത് കഴിഞ്ഞിട്ടായിരിക്കും മറ്റേത്. അതിനൊരു സെക്കൻഡായിട്ടാണ് ഞാനും എൻ്റെ മനസ്സിൽ വിചാരിച്ച് വെച്ചിരുന്നത്. പക്ഷേ ഇതൊന്നും നമുക്ക് ഒരു കംപ്ലീറ്റ് ഒരു 100% അഷ്യൂറൻസ് പറയാൻ പറ്റില്ല. സോ ഇവരുടെ ഓരോ ആൾക്കാരുടെ ഒരു കാർമിക് അക്കൗണ്ടും അതിനെ ഒരു രീതിയിൽ എഫക്റ്റ് ചെയ്യുന്നത്. ഇവർക്ക് ഇത്രയും പോസിറ്റീവായിട്ടുള്ള ഒരു സ്പേസിൽ പിന്നെ അവർ ഈ പ്രശ്നങ്ങളെയൊക്കെ വളരെ പോസിറ്റീവായിട്ട് നേരിടുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇവരിങ്ങനെ ഒരു എക്സ്പീരിയൻസ്, ഇപ്പോൾ ആ സംഭവങ്ങളെല്ലാം എന്നോട് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ഞാൻ അറിയാൻ കൂടിയില്ല. ആ ഒരു ഗ്യാപ്പ് കിട്ടിയത് കൊണ്ടാണ് നമ്മളിങ്ങനെ സാധിച്ചത്. അല്ലാതെ സ്പേസ് നോക്കിയിട്ട് ഇവിടെ ഇന്ന പ്രശ്നമുണ്ടോ എന്നുള്ളൊരു കാര്യം അവിടെ ഇല്ല. അവര് അവിടെ ചെയ്തു. അതെ, അതായത് നമ്മൾ ആ പ്ലാനിലാണ് കറക്ഷൻ ചെയ്തു കൊടുത്തത്. ഓക്കെ, ഈ ഞാൻ ചോദിക്കട്ടെ, ഇപ്പം നമ്മൾ ഒരു പ്ലാൻ വരച്ചു കൊടുക്കുമ്പോൾ പണ്ട് അങ്കുലവും അതും ഇതൊക്കെ ആയിരുന്നെങ്കിൽ പോലും ഇപ്പോൾ സെന്റിമീറ്ററിന്റെയും മീറ്ററിന്റെയും ഒക്കെ വ്യത്യാസങ്ങളൊക്കെ ഈ പണിയുന്ന ആളുകൾ വരുത്താറുണ്ട് സൗകര്യത്തിന്. ഇപ്പോൾ നമ്മളൊരു പ്ലാൻ വരച്ച് വാസ്തു കറക്റ്റ് ചെയ്ത് കൊടുത്താലും അത് പണിയുന്ന സമയത്ത് ആ മേസ്തിരിക്ക് അവിടെ ഒരു ടെക്നിക്കൽ ഒരു ബ്ലോക്കേജ് ഉണ്ടായിക്കഴിഞ്ഞാൽ അയാൾ ചെറിയ രീതിയിൽ ഒന്ന് വളർത്തും. ചിലപ്പോൾ ഭിത്തി ഫൗണ്ടേഷൻ ചെയ്യുന്ന സമയത്ത് തന്നെ കുറച്ചും കൂടി അങ്ങോട്ടൊന്ന് വളർത്തും, ഒരു 10 സെൻറ്റിമീറ്ററോ 20 സെൻറ്റിമീറ്ററോ. അപ്പോൾ സ്വാഭാവികമായിട്ടും കണക്ക് മൊത്തം തെറ്റുമോ? തെറ്റിക്കഴിഞ്ഞാൽ എന്താ പ്രശ്നം? തെറ്റിക്കഴിഞ്ഞാൽ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. ഇതൊരു വളരെ കോൺട്രവേഴ്സറി ആയിട്ടുള്ളൊരു ചോദ്യമാണ്. കാരണം ഈ കണക്ക് കൃത്യമാക്കുക എന്നുള്ള, പണ്ട് നമ്മൾ ഓടിട്ട് വീടൊക്കെ പണിയുന്ന സമയത്ത് ഉത്തമ കണക്കിലാക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഓട് കംപ്ലീറ്റ്ലി ജോയിൻ ചെയ്യുക എന്നുള്ളൊരു പ്രോസസ്സിന് വേണ്ടി അങ്ങനെ ചെയ്തു. ഇന്ന് നമ്മളെല്ലാം സീലിംഗ് ആണ്. ഈ ഇത്രയും വിശാലമായിട്ടുള്ളൊരു ലോകത്ത് കേരളം എന്ന് പറഞ്ഞൊരു കൊച്ചു സ്ഥലം മാത്രമാണ് ഈ കണക്കിൽ മാത്രം കുരുങ്ങിക്കിടക്കുന്നത്. അപ്പോൾ കണക്കിൽ എന്തെങ്കിലും ഉത്തമ കണക്കിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിനെ
ഇത് വലിയ രീതിയിലൊന്നും എഫക്റ്റ് ചെയ്യില്ല. എൻ്റെ ഒരു എക്സ്പീരിയൻസും അത് തന്നെയാണ്. അതായത് ഈ എലമെൻറ്റ് ബാലൻസിങ് കറക്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ലൈഫിനെ അത് എഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ലൈഫിൽ എഫക്റ്റ് ചെയ്യാത്ത സാധനത്തിനെ പിന്നാലെ നമ്മൾ കുറേ ഇങ്ങനെ അതിന് സ്ട്രിക്ട്നെസ് ആവേണ്ട കാര്യമില്ലല്ലോ. അതെ, ഞാനത് ചോദിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു 10-25 വീടുകൾ ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ അങ്ങനെ ഒരു വീട് ചെയ്യുമ്പോൾ അതൊരു പഞ്ചായത്തിൽ നിന്ന് കിട്ടി ചെറിയ പൈസയ്ക്ക് ഒരു കുഞ്ഞു വീട്. അതിൻ്റെ ഒരു വാസ്തു കൺസൾട്ടൻ്റ് ഉണ്ട്, ഒരു കക്ഷി വന്നിട്ടാണ് കുറ്റിയൊക്കെ അടിച്ചു തന്നത്. പുള്ളിയാണ് പ്ലാൻ നമ്മൾ വരച്ചു കൊടുത്ത പ്ലാനൊക്കെ കറക്റ്റ് ചെയ്ത് സെൻറ്റിമീറ്ററും അതൊക്കെ വെച്ച് സ്റ്റെയർ റൂമുണ്ട്, ഇതൊക്കെ ഒന്ന് പുള്ളി വരച്ചു തന്നു. അപ്പോൾ നമ്മുടെ മെയിൻ മേസ്ത്രി ഇതിൻ്റെ ഫൗണ്ടേഷൻ കെട്ടി കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളോട്ട് പോയപ്പോൾ എന്നോട് പറഞ്ഞ ചോദ്യത്തിൽ നമുക്കേ ഒരു പുള്ളി വച്ചേക്കുന്ന അളവിൽ നിന്ന് സ്റ്റെയറിന് നമുക്ക് കുറച്ചും കൂടി വിത്തിൽ കുറച്ചെടുക്കാം. കാരണം റൂമിലെ സ്പേസ് ചെറിയ വീടാണല്ലോ, 500 സ്ക്വയർ ഫീറ്റേ ഉള്ളൂ. അപ്പോൾ അത്രയും വിത്ത് വേണ്ട, വീട്ടുകാരനും ഓക്കെയാണ്, അത്രയും വിത്ത് വേണ്ട, നമ്മൾ കുറച്ച് വിത്ത് കുറച്ചിട്ട് തട്ടടിച്ചിട്ട് കോൺക്രീറ്റ് ചെയ്തു. ഇയാൾ വാസ്തുശാസ്ത്രക്കാരൻ വന്നിട്ട് ഭയങ്കര ബഹളം, ആരാണ് ചെയ്തത്, എൻ്റെ പെർമിഷൻ ഇല്ലാതെ കുറച്ചത് ആരാണ്, ഇതിൻ്റെ ദോഷങ്ങൾ ആരനുഭവിക്കുന്നത്. അപ്പോൾ അവരിപ്പോഴും സന്തോഷത്തോടെ ആ വീട്ടിൽ താമസിക്കുന്നുണ്ട്, പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെ ഒരു കുഞ്ഞൊരു സ്റ്റെയർ റൂമിൻ്റെ പടികളുടെ എണ്ണമൊന്നുമല്ല കേട്ടോ, ഒരു വിത്തിൽ ഒരു 10 സെൻറ്റിമീറ്ററിൻ്റെ കുറവ് വരുത്തിയതിന് ഒരു വാസ്തു കൺസൾട്ടൻറ്റ് ചൂടായ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതാണ് ചോദിച്ചത്, ഈ അളവിലൊക്കെ ചെറിയ വ്യത്യാസം വന്നാൽ ഈ പ്രശ്നം ഉണ്ടാവുമോ എന്ന് ചോദിച്ചത്. ഇല്ല, അങ്ങനെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. നമ്മളെ ഏറ്റവും കൂടുതൽ ഇത് നോക്കുന്നതിൻ്റെ ഒരു പർപ്പസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫിലുള്ള ഒന്ന് അപ്ഗ്രേഡ് ആവുക, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിനെ ഏതെങ്കിലും രീതിയിൽ നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യുക. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം വരുന്നത് ആ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ആയിരുന്നു ആ കണക്കെന്ന് പറയുന്നത്. ഇപ്പം നമ്മളത് എഫക്റ്റ് ചെയ്യുന്നില്ല. ഞാൻ റാൻഡമായിട്ടൊരു കഥ കേട്ടിട്ടുണ്ട്. ഒരു സന്യാസി, അദ്ദേഹം എല്ലാ വർഷവും ഒരു യാഗം നടത്തുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ. അപ്പോൾ അവിടെ ഒരു വളർത്തുപൂച്ചയുണ്ട്. വളർത്തുപൂച്ച ഈ യാഗത്തിൻ്റെ ഇടയിലെല്ലാം കൂടെ ഓടിച്ചാടി നടന്നിട്ട് ആകെ പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ ഒരു അടുത്തുള്ളൊരു മരത്തിൽ കെട്ടിയിട്ടു. വർഷങ്ങൾക്ക് ശേഷം ഇദ്ദേഹത്തിൻ്റെ കാലശേഷം ഇദ്ദേഹത്തിൻ്റെ ബാക്കി പിൻഗാമികളായിട്ടുള്ള ശിഷ്യന്മാർ ഈ യാഗം വീണ്ടും നടത്തി. ഇവർ യാഗത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തി കഴിഞ്ഞു. നോക്കിയപ്പോൾ ഒരു പൂച്ചേനെ കാണാനില്ല. എവിടെന്നോ ഒരു പൂച്ചേനെ അന്വേഷിച്ചുകൊണ്ടെന്ന് അവിടെ കെട്ടിയിട്ടു. യാഗമൊക്കെ പൂർത്തിയാക്കി. അപ്പോൾ ആ ഒരു സമയത്ത് സന്യാസി ഇത് യാഗം നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് ആ പ്രധാനപ്പെട്ട കാര്യത്തിനൊരു തടസ്സമായതുകൊണ്ട് ചെയ്തൊരു പ്രവൃത്തിയാണ്. നമ്മൾ പലപ്പോഴും ഇതിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കാതെ ബ്ലൈൻഡായിട്ട് ഫോളോ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ഇതിൻ്റെ സയൻസ് മനസ്സിലാക്കി മാറുന്ന കാലഘട്ടത്തിലും നമ്മുടെ സാഹചര്യവും ആവശ്യവും എന്താണെന്നൊക്കെ മനസ്സിലാക്കി ലോജിക്കലി വേണം ഇത് അപ്ലൈ ചെയ്യാൻ. അപ്പോഴാണ് ഇതുകൊണ്ടുള്ള ഗുണവും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നത്. ഞാൻ ആ കഥ കേട്ടിട്ടുള്ളത് വേറെ രീതിയിൽ, അതുകൊണ്ട് ഞാൻ ചിരിച്ചോണ്ടിരുന്നത്. എനിക്ക് കഥ കേട്ടപോലെ തോന്നി ചിരിച്ചപ്പോൾ. ഒരു നമ്പൂതിരി ഇല്ലത്തിൽ എല്ലാ മാസവും മാസപൂജ ഉണ്ടാവുമായിരുന്നു. അപ്പോൾ ഈ പിന്നെ പായസവും ഉണ്ണിയപ്പവും നെയ്യും ഒക്കെ മൂച്ചണ്ട നക്കുമല്ലോ. അതുകൊണ്ട് ഈ നമ്പൂതിരി എന്ത് ചെയ്യും, നമ്പൂതിരല്ല കാര്യസ്ഥൻ, ഈ പൂജ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് പൂച്ചകളെ പിടിച്ചൊരു കൊട്ടയുടെ അടിയിൽ അടച്ചു വെക്കുമായിരുന്നു. ഇന്നത്തെ തലമുറ മാറി മാറി വന്നപ്പോൾ പൂച്ചയെ അയലോക്കത്തിന്റെ വീട്ടിൽ നിന്ന് കടമെടുത്തുള്ള അടച്ചു വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പൊ ഈ കഥ വളരെ ഫേമസ് ആയിട്ടുള്ള കഥയാണ്. ഓക്കെ, അപ്പൊ ഞാൻ ഇനി അടുത്തൊരു വിഷയത്തിൽ, നമ്മളിപ്പോൾ റെസിഡൻഷ്യൽ പ്രോപ്പർട്ടീസിനെ പറ്റിയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഓൺ പ്രോപ്പർട്ടീസ് ചില സമയത്ത് നമ്മൾ റെന്റൽ ബിൽഡിങ്ങുകളിലേക്കൊക്കെ പോകുന്ന ഒരു സാഹചര്യം. ഇപ്പോൾ എറണാകുളത്ത് തന്നെ നമുക്ക് ചിലപ്പോൾ നമ്മൾ തന്നെ നമ്മുടെ ഓഫീസിലെ ആളുകൾക്ക് വേണ്ടിയിട്ട് ഇവിടെ 2-3 വീടുകൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളത് വാസ്തു നോക്കാൻ പറ്റുന്നൊരു സാഹചര്യമൊന്നുമില്ല. നമുക്ക് അടുത്ത് കിട്ടുക, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കിട്ടുക എന്നുള്ളത് മാത്രമേ നമ്മൾ നോക്കാറുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ റെന്റൽ 1 വർഷത്തേക്ക് 2 വർഷത്തേക്കൊക്കെ റെന്റൽ എടുക്കുന്ന വീടുകളിൽ ഈ വാസ്തുശാസ്ത്രപരമായ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതവിടെ താമസിക്കുന്നവരെ ബാധിക്കില്ലേ? ഉറപ്പായിട്ടും ബാധിക്കും. അതിനെന്താ റെമഡി? അല്ല, നമ്മളിപ്പോൾ സെലക്ട് ചെയ്യുന്ന സമയത്തെ ഇപ്പം എല്ലാം ഞാൻ പറഞ്ഞത്, എല്ലാം നമുക്കൊരു 100% വാസ്തു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സ്പേസ് കിട്ടണം എന്നില്ല. അപ്പം മേജറായിട്ട് എഫക്റ്റ് ചെയ്യുന്ന എന്തെങ്കിലും കാരണങ്ങൾ ആ വീട്ടിലുണ്ടോ എന്നുള്ളത് നോക്കുക. അതിന് നമ്മൾ റെമഡി പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്രത്തോളം എഫക്റ്റീവ് ആണെന്ന് നോക്കുക. എന്നിട്ട് വേണം നമുക്കൊരു സ്പേസ്. മേജറായിട്ടുള്ള റെമഡി എന്ന് പറയുന്നത് കിച്ചണിന്റെ സ്ഥാനം, കിണറിന്റെ സ്ഥാനം, വായുബന്ധം, ഇതൊക്കെയാണോ? അതെ അതെ. വേറെ എന്തെങ്കിലും പോയിന്റുകൾ നോക്കേണ്ടതുണ്ടോ? ഉറപ്പായിട്ടും നമ്മളിത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വാസ്റ്റ് ടോപ്പിക്കാണ്. കാരണം വാസ്തു എന്ന് പറയുമ്പോൾ നമ്മൾ താമസിക്കുന്ന വീടിൻ്റെ ഷേപ്പ് എങ്ങനെയാണ്, അതിൻ്റെ മെയിൻ എൻട്രി എങ്ങനെയാണ്, അതിൻ്റെ വെന്റിലേഷൻസ് എങ്ങനെയാണ്, ഓരോന്നിൻ്റെ പൊസിഷനിങ് എങ്ങനെയാണ്, പ്ലോട്ടിൻ്റെ എൻട്രി, ഓരോ ടാങ്ക്സിൻ്റെ പൊസിഷൻ, ഇതെല്ലാം ഒരു വാസ്റ്റ് ടോപ്പിക്കാണ്. ഇതെല്ലാം കൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 100% പെർഫെക്റ്റ് ആയിട്ടുള്ള സ്പേസ് കിട്ടത്തില്ല. അപ്പോൾ നമ്മുടെ ഒരു റിക്വയർമെൻറ്റ് അനുസരിച്ച് നമ്മൾ ഈ ചെറിയ സ്പേസ് കണ്ടെത്തുമ്പോൾ അതിലുള്ള ആ സ്പേസിൽ എന്തെങ്കിലും മേജർ ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഒഴിവാക്കാനുള്ള റെമഡീസിലേക്ക് പോകുന്നത്.